ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൻ്റെ 492 വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ബ്ലസൻ എബ്രഹാം. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് കോട്ടയം ജില്ലയിലുള്ള ഏറ്റുമാനടുത്ത് പേരൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കണ്ടഞ്ചിറ ബസ് സ്റ്റോപ്പിൽ നിന്ന് തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഹൗസ് പ്ലോട്ടാണ് ഇന്ന് നമ്മൾ കാണുവാനായിട്ട് പോകുന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ എന്നും പറയുന്ന പോലെ, എപ്പോഴും പറയുന്ന പോലെ, അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, കമൻ്റായിട്ട് ഇടുക. കൂടാതെ ബെല്ലൈക്കണിൽ ഞെക്കുക. നിങ്ങൾക്ക് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് പ്രോപ്പർട്ടി വിൽക്കുവാനും വാങ്ങുവാനും ഉള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇതുപോലെ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഒരു വില നിങ്ങൾക്ക് മേടിച്ചു തരുന്നതാണ്. നമ്മളിതാ നമ്മുടെ പ്രോപ്പർട്ടിയുടെ തൊട്ട് മുന്നിലായിട്ട് തന്നെ എത്തിയിരിക്കുകയാണ്. വണ്ടി എല്ലാ വാഹനങ്ങളും എത്തിച്ചേരുന്ന ഒരു ഹൗസ് പ്ലോട്ടാണ്. 10 സെൻറ്റാണ് ആധാരത്തിലുള്ളത്. ഏകദേശം 12 സെൻറ്റിനടുത്ത് സ്ഥലമുണ്ട്. ആധാരത്തിലുള്ള ആ ഒരു 10 സെൻറ്റിൻ്റെ എമൗണ്ട് മാത്രം തന്നാൽ മതിയായിരിക്കും. അതാണ് അതിൻ്റെ ഓണർ നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. വെള്ളത്തിൻ്റെ ലഭ്യതയുണ്ട്, വഴി സൗകര്യമുണ്ട്, മറ്റ് തൊട്ടടുത്തൊരു ജംഗ്ഷനുണ്ട്. 300 മീറ്റർ മാത്രമാണ് ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം. കണ്ടഞ്ചിറ ജംഗ്ഷനാണ്. ഏറ്റുമാനൂർ ബൈപ്പാസ് റോഡാണ്. ആ ബൈപ്പാസ് റോഡിൽ നിന്ന് വെറും 300 മീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. സൈഡിൽ മണ്ണൊക്കെ എടുത്ത് ലെവൽ ചെയ്തിരിക്കുന്ന ഒരു ഫ്ലോട്ടാണ്. അധികം മണ്ണൊന്നും ഇങ്ങനെ എടുത്ത് മാറ്റപ്പെടാത്ത ഫ്ലോട്ടാണ്. ആ ഒരു ലെവൽ ചെയ്യാൻ വേണ്ടി മാത്രം കുറച്ച് മണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയത് മാത്രമേ ഉള്ളൂ. തൊട്ട് താഴത്തെ ഫ്ലോട്ടിലോട്ട് എടുത്തിട്ടുണ്ട്. അതല്ലാതെ കൂടുതൽ മണ്ണുകളൊന്നും എടുത്ത് മാറ്റപ്പെട്ട സ്ഥലങ്ങളൊന്നുമല്ല. അപ്പം പിന്നെ ഇവിടുന്ന് കാരിത്താസ് ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജ്, അതുപോലെ തന്നെ ഏറ്റുമാനൂർ ഇതെല്ലാം തൊട്ടടുത്തായിട്ട് തന്നെയാണ്. 2.9 കിലോമീറ്റർ മാത്രമേ കാരിത്താസ് ഹോസ്പിറ്റലിലേക്കുള്ളൂ. അതുപോലെ തന്നെ എല്ലാ വിഭാഗക്കാരുടെ അമ്പലങ്ങൾ, അതുപോലെ പള്ളികൾ, ബാങ്കുകൾ എല്ലാം തന്നെ നമുക്ക് ഈ ഒരു ചുറ്റുപാട് നമുക്ക് 3 കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് ലഭിക്കുന്നതാണ്. 3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഏറ്റുമാനൂർ ടൗണിലോട്ടുള്ള ദൂരം. അതുപോലെ തന്നെ കോട്ടയം ടൗണിലോട്ട് 11 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിയെപ്പറ്റി കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അറിയുവാനുണ്ടെങ്കിൽ നിങ്ങളിതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാം. വീട് വെക്കാൻ വളരെ അനുയോജ്യമാണ്. കിഴക്കോട്ട് ദർശനമായിട്ട് നമുക്ക് വീട് വയ്ക്കാനായിട്ട് സാധിക്കും. വളരെ നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ്. വീടുകളൊക്കെ തൊട്ടടുത്ത് സ്ഥലങ്ങളെല്ലാം തൊട്ട് മുകളിലും താഴെ എല്ലാമായിട്ട് വീടുകളുണ്ട്. 2 സൈഡിൽ കൂടി നമുക്ക് മെയിൻ റോഡിലേക്ക് എത്താനുള്ള ആക്സസ് ഉണ്ട്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് 300 മീറ്ററിൽ കൂടുതൽ ആ ഒരു ഫോണിലേക്ക് വരുന്നില്ല. അപ്പോൾ നിങ്ങൾ ആ പ്രോപ്പർട്ടി കണ്ടു കഴിഞ്ഞു. ഇനി ഇതിനെപ്പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ വിലയും വിവരങ്ങളൊക്കെ എൻ്റെ തമ്പനയിൽ പെർസെൻറ്റിൻ്റെ കൊടുത്തിട്ടുണ്ടാവും. ഈ പെർസെൻറ്റിൻ്റെ കൊടുക്കുമ്പോൾ ചിലർ ചോദിക്കും ഈ 10 സെൻറ്റിന് കൂടിയാണോ ഈ വിലയെന്ന്. എന്നാൽ നിങ്ങൾ അതിൻ്റെ അടുത്ത് PC എന്നിട്ടുണ്ടെങ്കിൽ പെർസെൻ്റ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ്. പിന്നെ നെഗോഷ്യബിൾ എന്നിട്ടുണ്ടെങ്കിൽ അത് വില കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും എന്നുള്ളതിനാണ് ഇട്ടേക്കുന്നത്. ചിലർ 2 ലക്ഷം രൂപയുടെ സ്ഥലത്തിന് 1 ലക്ഷം രൂപയ്ക്ക് കിട്ടുമെന്ന് ചോദിക്കുന്നു. അങ്ങനെയൊന്നും ചോദിച്ച് ആരും ഫോൺ വിളിക്കല്. നമ്മൾ അധികം ഒന്നും കൂട്ടിയിടുകയോ അല്ലെങ്കിൽ ഒരു ആവശ്യക്കാരന് അത് ആവശ്യത്തിനുള്ള ആ എമൗണ്ട് മാത്രമേ കൊടുക്കാറുള്ളൂ. അല്ലെങ്കിൽ അവിടുത്തെ ഒരു താരിഫിൽ മാത്രമേ, അല്ലെങ്കിൽ അവിടുത്തെ ഒരു വില മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ഓണർ ആഗ്രഹിക്കുന്ന വില മാത്രമേ ഇടാറുള്ളൂ. അപ്പോൾ നിങ്ങൾ വിളിക്കുമ്പോൾ എപ്പോഴും അതൊരു മനസ്സിൽ കരുതുക. അപ്പോൾ ഇനിയിപ്പോൾ കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. എപ്പോഴും പറയുന്ന പോലെയുള്ള കാര്യങ്ങളെ പറയുന്നുള്ളൂ. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനിയുമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ഞെക്കുക. നിങ്ങൾക്ക് പ്രോപ്പർട്ടി ഇതുപോലെ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ്. അതൊരു ഫ്രീ സർവീസാണ്. എങ്കിലും നമ്മുടെ ഫ്രീ സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഏരിയയിലോട്ട് വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഫ്രീ സർവീസിൽ പെടുത്താറുള്ളത്. അല്ലാതെ നിങ്ങളുടെ പ്രോപ്പർട്ടിയിലേക്ക് മാത്രം നമ്മൾ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എക്സ്പെൻസ് ഉണ്ട്. ആ എക്സ്പെൻസ് നമുക്ക് തന്നാൽ മതിയാവും. അതല്ലാതെ കൂടുതലായിട്ടൊന്നും നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിന് നമ്മൾ ആരുടെയും നിന്നും പൈസ മേടിക്കാറില്ല. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.